ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കച്ചി മേമൻ വിഭാഗത്തിന്റെ റംസാൻ വിഭവങ്ങൾ ശ്രദ്ധേയമാകും. ഗുജറാത്തിലെ കച്ചിൽ നിന്നും കച്ചവടത്തിനായി കൊച്ചിയിലെത്തിയവരാണ് കച്ചി മേമൻ സമൂഹം. ലോഹാന സമുദായത്തിൽപ്പെട്ടവരാണ് ഇവരുടെ പൂർവികർ. ഹിജറ വർഷം 824 ലോഹാനയിലെ നാഗാർത്ത പ്രദേശത്ത് നിന്ന് 6178 പേരടങ്ങുന്ന 700 കുടുംബങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. മുഹ്മീൻ എന്ന വാക്ക് ക്രമേണ മേമൻ ആയതായും നേതാവ് മാർഗദർശി എന്നർത്ഥമുള്ള സേട്ടായി പരിണമിച്ചതുമായാണ് ചരിത്രം. മുട്ടിയ, കബാബ്, കട്ട്ലേറ്റ്, ഫിർണി, ഫലൂദ, സമൂസ, കടലപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പുവട, റൂഅഫ്സ സർബത്ത്, വളരെ നേർത്ത പഴംപൊരി, ഇങ്ങനെ നീളുന്നു കച്ചി നോമ്പുതുറ വിഭവങ്ങളെന്ന് കൊച്ചിയിലെ ഇക്ബാൽ ലൈബ്രറി സെക്രട്ടറി കൂടിയായ അൻസാർ സേട്ട, ഭാര്യ മെഹജബീൻ എന്നിവർ പറയുന്നു. സിസ്റ്ററും വൈഫിൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടിയിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് സലീം ഷെഫ്, നമ്മളെല്ലാവരും കൂടി ഒന്ന് ഇതൊരു നോമ്പ് തുറക്കൽ കൂടിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ചില ഫുഡ്സൊക്കെ ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ട്. അത് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നുള്ളത്. നമ്മുടെ വൈഫിൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ മാഷാഅല്ലാ ഇപ്പോഴും വിട്ടിട്ടില്ല, പഴയ കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല. അത് നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ ഉമ്മ അവരുടെ ഉമ്മ അവരുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്താണ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് മെയിൻ ഇപ്പം നമുക്ക് പറയാൻ നിങ്ങൾ കണ്ടില്ല, നമ്മുടെ ഫുഡ്സ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുഡ് മെയിൻ. നോയമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ സുന്നത്ത് റസൂലിൻ്റെ സുന്നത്ത് നമ്മുടെ ഈത്തപ്പഴം വെച്ച് തുടങ്ങുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂഅഫ്സയുടെ ഒരു സർബത്ത്, പിന്നെ ഒരു ഫാലൂദ സർബത്ത്, പിന്നെ മറ്റുള്ള കബാബ്, പഴംപൊരി, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മുടെ ഐറ്റംസ് ഉണ്ട്. അത് പിന്നെ മെയിൻ നമ്മൾ പറയാൻ പറ്റുന്ന മുട്ടിയ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അത് നമ്മൾ മുട്ടിയ ആക്ച്വലി അത് ആ സമയത്ത് കഴിക്കാറില്ല, നോയമ്പ് തുറത്ത് കഴിഞ്ഞ് കഴിക്കുന്ന സംഭവമാണ് മുട്ടിയ എന്നുള്ളത്. അത് പലതരത്തിലുണ്ടാക്കാം, മട്ടനിലുണ്ടാക്കാം, ബീഫിലുണ്ടാക്കാം, മീനിലുണ്ടാക്കാം, ഇതൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ മുട്ട ഉണ്ടാക്കും. അതിന് ആദ്യം മട്ടൻ വേവിച്ച് പീസും ക്യാരറ്റും സോട്ട് ചെയ്യും പ്യോർ ഗീയിൽ. മട്ടൻ്റെ കുറുമ ഉണ്ടാക്കും ആദ്യം. എന്നിട്ട് നല്ലപോലെ ഇത്തിരി തേങ്ങാപ്പാൽ നല്ലപോലെ ഇടും. ഫസ്റ്റ് പാൽ നല്ലപോലെ ഇട്ടിട്ട് നല്ലൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലൂസ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഈ അരിപ്പൊടി കിണ്ടിയിട്ട് അതിലിത്തിരി തേങ്ങയും പച്ചമസാലയും ഇട്ടിട്ട് കുഴച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പിടി പിടിച്ചിട്ട് ഈ ഗ്രേവി ലൂസായിരിക്കുമല്ലോ, അതിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് പതുക്കെ ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കും. വേവിച്ച് കഴിഞ്ഞിട്ട് ഫൈനലാകുമ്പോൾ ഇത്തിരി വെന്ത് കഴിയുമ്പോൾ ഫസ്റ്റ് പാലിട്ടിട്ട് ഓഫ് ചെയ്യും. അതന്നെ കച്ചി വിഭാഗത്തിന്റെ നോമ്പുതുറ വിഭവങ്ങളിലൊന്നാണ് ആട്ടിറച്ചി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മുട്ടിയ. 1 കിലോ മട്ടൻ തേങ്ങാപ്പാൽ ഇട്ട് കുറുമ പോലെ അല്പം ലൂസാക്കി ഉണ്ടാക്കണം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്ത് മാറ്റിവെക്കണം. അതുപോലെ തന്നെ പീസും വറുത്ത് മാറ്റിവെക്കണം. 2 കപ്പ് അരിപ്പൊടി വാട്ടിയ ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം. കുറച്ച് പച്ചമസാല നല്ലവണ്ണം മുരിച്ച് ഇതിലിടണം. അതിനുശേഷം നെയ്യ് ഒഴിച്ച് പത്തിരിക്ക് കുഴക്കും പോലെ കുഴക്കണം. അതിനുശേഷം പിടി പോലെ ഉണ്ടാക്കി 3 വിരലുകൾ ഉപയോഗിച്ച് അമർത്തണം. 3 വിരൽ അടയാളം വരുന്നതാണ് ഷേപ്പ്. തുടർന്ന് ഇത് കുറുമയിൽ ഇട്ട് തിളപ്പിക്കണം. നല്ലപോലെ തീ കത്തിക്കണം. തിളച്ചു വരുന്നത് കണക്കാക്കി വേണം പിടികൾ ഇട്ടുകൊടുക്കുവാൻ. ഇതിനു കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പീസും ഇട്ടുകൊടുക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് നല്ല തോതിൽ വെന്ത് കഴിഞ്ഞോ എന്ന് നോക്കി തീ കുറക്കണം. വെന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കണം. അതിനുശേഷം തേങ്ങയുടെ തലപ്പാൽ ഒഴിച്ച് ഇളക്കി സ്റ്റീം മേലോട്ട് വരുമ്പോൾ ഓഫ് ചെയ്യുക. കുറുമ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണക്കൊപ്പം അല്പം നെയ്യ് കൂടി ചേർക്കുന്നത് രുചി വർദ്ധിപ്പിക്കും. മറ്റൊരു പ്രധാന വിഭവമാണ് ഫിർണി. 1/2 ലിറ്ററിന്റെ ഒരു പാക്കറ്റ് പാലിൽ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മേടി ചേർത്ത് മധുരം നോക്കുക. മധുരം പോരെങ്കിൽ അത് കണക്കാക്കി പഞ്ചസാര ചേർക്കുക. ഏലക്ക, ജാതി എന്നിവ പൊടിച്ച് ചേർത്ത് തിളപ്പിക്കണം. നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ 5 ടേബിൾ സ്പൂൺ റോസ്റ്റർ റവ നേരിയതായി കുറേശ്ശെയിട്ട് ഇളക്കി കൊടുക്കുക. കുറുകിയ പരുവത്തിലാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരു തവ വീതം സോസറുകളിലേക്ക് മാറ്റുക. ഉടൻ തന്നെ വെള്ള കസ്കസ് നേരിയ തോതിൽ ഉപരിതലത്തിൽ വിതറുക. ഭംഗിക്കും ടേസ്റ്റിനുമാണ് കസ്കസ് ചേർക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.